പത്തനംതിട്ട കോന്നി തവളപ്പാറയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വീട് തകർത്തു. മുളയ്ക്കൽ ഇല്ലത്ത് ജ്യോതിഷ് കുമാറിന്റെ വീടാണ് തകർത്തത്. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഇതെപ്പോഴാണ് സംഭവം? വല്ലാതെ തകർന്നു പോയിരിക്കുന്നു ആ വീട്, അല്ലേ? തീർച്ചയായും സ്മിത, നമ്മൾ ഈ വാർത്തകൾ ഈ കാട്ടാന ആക്രമണത്തിന്റെയും വന്യമൃഗ ശല്യത്തിന്റെയും വാർത്തകൾ നിരവധി തവണ നൽകുന്നുണ്ട്. അതൊക്കെ ജനത്തിനാണ്, അല്ലെങ്കിൽ പൊതുജനത്തിനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നത്. അതിന്റെ ഒരു അവസാനത്തെ ഉദാഹരണം അല്ലെങ്കിൽ തെളിവാണ് ഈ ദൃശ്യങ്ങൾ. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയിരുന്നത്. 2ൽ കൂടുതൽ കാട്ടാനകൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഈ വീട്ടിലടക്കം ആളുകൾ താമസമുണ്ട്. അവരാരും തന്നെ പുറത്തിറങ്ങിയില്ല. ഏതെങ്കിലും ഘട്ടത്തിൽ കാട്ടാനകൾ പുറത്തിറങ്ങി കഴിഞ്ഞ് നമ്മൾ ആ ചെങ്ങറ എസ്റ്റേറ്റിലൊക്കെ കണ്ടതായിരുന്നു. സ്വാഭാവികമായ ആക്രമണത്തിലേക്ക് കാട്ടാനകൾ കടന്നു വരും. അപ്പോൾ അതുകൊണ്ട് ഇവർ വീടിന്റെ ഒരു ഭാഗത്ത് തന്നെ നിൽക്കുകയായിരുന്നു. എന്തായാലും വീട് ഒരു പകുതി ഭാഗത്തോളം തകർത്തു. അതിനുശേഷം കാട്ടാനകൾ മടങ്ങി എന്നാണ് പറയുന്നത്. ഇത് കൂടാതെ ആ പ്രദേശത്ത് ഏതാണ്ട് ഒരു 12ഓളം ഏക്കറിൽ കൃഷിനാശം അടക്കം ഉണ്ടായിട്ടുണ്ട്. ഈ കാട്ടാനകൾ സ്ഥിരമായി ഈ മേഖലയിൽ എത്തുമ്പോൾ ഈ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് ആവശ്യമായ ഉദ്യോഗസ്ഥരില്ല, ആരും തന്നെ ഈ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് വരാൻ തയ്യാറാകുന്നില്ല എന്നൊരു വിമർശനം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും പഞ്ചായത്ത് അംഗങ്ങളും നാട്ടുകാരും രീതിയിലാണ് വലിയ പ്രതിഷേധം നടത്താൻ, വനംവകുപ്പിനെതിരെ വലിയ പ്രതിഷേധം നടത്താൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. ശരി, പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിശദാംശങ്ങൾ നൽകിയത്.